മഹാഭാരത യുദ്ധത്തിന് തൊട്ടു മുൻപ് സമാധാനത്തിൻ്റെ ദൂതനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹസ്തിനാപുരത്തേക്ക് യാത്രയായി. ഭഗവാൻ വരുമെന്നറിഞ്ഞപ്പോൾ അന്ധരാജാവായ ധൃതരാഷ്ട്രർ വിതുരരോട് പറഞ്ഞു, ശ്രീകൃഷ്ണൻ ദുശ്ശാസനന്റെ മാളികയിൽ താമസിക്കട്ടെ, അവിടെല്ലാം സൗകര്യങ്ങളുണ്ട്. കാമവും മോഹവും ദുരാഗ്രഹങ്ങളും നിറഞ്ഞ ദുശ്ശാസനന്റെ മാളികയിൽ ഭഗവാൻ എത്തിയാൽ പൊന്നും പണവും പ്രലോഭനങ്ങളും നൽകി വശത്താക്കാമെന്ന അന്ധരാജാവിൻ്റെ ഉദ്ദേശ്യം വിതുരർ മനസ്സിലാക്കി. അപ്പോൾ വിതുരർ പറഞ്ഞു, അതൊരിക്കലും സാധ്യമല്ല രാജാവേ, അങ്ങയുടെ ആഗ്രഹം സഫലമാവുകയില്ല. ഇത് പറഞ്ഞ് ഭഗവാനെ വരവേൽക്കാൻ വിതുരൻ നഗരാതിർത്തിയിലേക്ക് നടന്നു. അവിടെ പിതാമഹൻ ഭീഷ്മാചാര്യരും കുലഗുരു ദ്രോണാചാര്യരും മറ്റു മഹാരഥന്മാരും ഭഗവാനെ സ്വീകരിക്കാൻ കാത്തുനിൽക്കുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ ശ്രീകൃഷ്ണന്റെ രഥം അവലെയെത്തി ഭക്തിപൂർവം കാത്തുനിന്നവരെ കണ്ടു. ഭഗവാൻ രഥത്തിൽ നിന്നിറങ്ങി പൂരുമണ്ണിൽ ചവിട്ടി ഭക്തരോടൊപ്പം നടന്നു മുന്നേറി. അപ്പോൾ ഭീഷ്മാചാര്യർ പറഞ്ഞു, കൃഷ്ണ, ആ കാണുന്നതാണ് എൻ്റെ ഭവനം. നിനക്കായി എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വരൂ. പുഞ്ചിരിയോടെ ഭഗവാൻ പറഞ്ഞു, പിതാമഹ, അങ്ങയുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു. അല്പം മുന്നോട്ട് നടന്നപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, കൃഷ്ണ, എൻ്റെ ഭവനം ആ കാണുന്നതാണ്. നമുക്കവിടെ അല്പം വിശ്രമിക്കാം. ഭഗവാൻ മറുപടി നൽകി, ആചാര്യ, അങ്ങയുടെ സ്നേഹത്തിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതും പറഞ്ഞ് ഭഗവാൻ മുന്നോട്ട് നടന്നു. അല്പം ദൂരെ ഒരു സാധാരണ ഗൃഹം കണ്ടു. ഭഗവാൻ ചോദിച്ചു, ഇത് ആരുടെ ഗൃഹമാണ്? വിതുരർ മുന്നോട്ട് വന്നു പറഞ്ഞു, കണ്ണാ, അത് നിന്റെ വീടാണ്. അപ്പോൾ ഭഗവാൻ തിരിഞ്ഞു ഭീഷ്മരോടും ദ്രോണരോടും മറ്റുള്ളവരോടുമായി പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ നിങ്ങളുടെ വീടുകളിലേക്കാണ് വിളിച്ചത്. എന്നാൽ ഇവിടെ എൻ്റെ വീടുള്ളപ്പോൾ ഞാൻ എന്തിന് മറ്റു വീടുകളിൽ താമസിക്കണം? അങ്ങനെ ശ്രീകൃഷ്ണൻ വിതുരരുടെ ആതിഥ്യം സ്വീകരിച്ചു. കാരണം എല്ലാം ഭഗവാന്റേതാണ് എന്ന് കരുതുന്നവർക്കൊപ്പമാണ് ഭഗവാൻ എപ്പോഴും ഉണ്ടാവുക. ശ്രീകൃഷ്ണന്റെ വീട്ടിലെ ശ്രീകൃഷ്ണൻ താമസിക്കൂ.